നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോയിൽ കാണുന്നത് നന്ദിനിയാണെന്നും ഇത് നന്ദിനിയുടെ ശബ്ദമാണെന്നും സംശയമൊന്നുമില്ലല്ലോ ആർക്കും. ഇത്രയും ഫ്ലുവന്റ് ആയിട്ട് ഇത് പറയാൻ ഇയാൾക്ക് അറിയായിരുന്നു. പക്ഷേ അവിടെ ഇയാൾ നാവടക്കി വെച്ചതും ആൾക്കൂട്ടത്തിനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടതും ഒക്കെ അത്രയും പേരുടെ മുന്നിൽ അമ്മ തോറ്റു പോകരുതെന്ന് ഇയാൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നുകൊണ്ടാ. That means ഇന്ന് കമ്പനിയുടെ വാർഷിക ആഘോഷത്തിൽ നിങ്ങൾ കെട്ടിപ്പൊക്കിക്കൊണ്ട് നടന്ന അഭിമാനം ഉണ്ടല്ലോ, അതിന്റെ ഭാര്യ നന്ദിനി എറിഞ്ഞു തന്ന ഭിക്ഷയാ. സൂര്യ, സത്യത്തിൽ നീ ഇതിവിടെ കാണിക്കാൻ പാടില്ലായിരുന്നു. ഇവർക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്ന ത്യാഗം ഇവരറിയാൻ പാടില്ല. എന്തിനാച്ചാ അങ്ങനെയൊക്കെ മറച്ചു വെക്കേണ്ടത് അന്തസ്സുള്ളവരുടെ മുമ്പിലാ. ഇവർക്കൊന്നും അതിന്റെ ആവശ്യമില്ല. എന്താ പത്മ മേഡം, ഇപ്പൊ നെഞ്ചിത്തൊട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നന്ദിനിയുടെ മുന്നിൽ നിങ്ങൾ ജയിച്ചെന്ന്? ചങ്കുറ്റുണ്ടി പറയേ. ഒന്ന് പറയേ പറഞ്ഞിട്ട് പോന്നേ. അളിയൻ അവിടെ നിന്നേ, പൊന്നളിയൻ അവിടെ നിന്നേ. അളിയനെ എന്താ പറഞ്ഞേ? സെക്യൂരിറ്റി പണിക്ക് പോകുന്ന സുദേവനും മകൾക്കും വീട്ടിലിരുന്ന് ഇംഗ്ലീഷ് സംസാരിക്കാന്ന് അല്ലേ? പ്രയോഗങ്ങളൊക്കെ നന്നാവുന്നുണ്ട് അളിയാ. താങ്ക് യു അളിയ. പക്ഷേ വല്ലപ്പോഴും ഒക്കെ സ്വന്തം പ്രവൃത്തിയും നന്നാവണം കേട്ടാ. കളിയാക്കിയതാണ്. പെങ്ങളുടെ ഭർത്താവിന് ചീത്ത പറയുന്നതിന് ലിമിറ്റ് ഉണ്ടായിട്ടല്ല. അളിയനെ പോലെ ഒരു നാണം കെട്ടവനോട് അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചെല്ല്. അയ്യോ പെട്ടെന്ന് ചെല്ല്, അല്ലെങ്കിലേ മുറിവാതിൽ അടച്ചു പോയാലോ. അത് കറക്റ്റാ. ഒക്കെ അവിടെ ബേക്കിലടിക്കാൻ ഇവനാര് വന്ദനത്തില് മോഹൻലാല. നല്ല വേദന. ഇയാൾ അങ്ങനെ തോറ്റു കൊടുത്താലും എനിക്ക് ഇയാളെങ്ങനെ തോൽപ്പിക്കാൻ പറ്റില്ലോ ആരുടെ മുന്നിലും. ഫംഗ്ഷനൊക്കെ പൂർണ്ണമായും കഴിഞ്ഞോ പത്മേ? അല്ല, ഗസ്റ്റൊക്കെ പോയോ? പോയി. പത്മ ഇപ്പൊ വലിയ സന്തോഷത്തിലായിരിക്കും അല്ലേ? അല്ല, കമ്പനിയുടെ വാർഷികമൊക്കെ ഗംഭീരമായി ആഘോഷിച്ചു എന്നുള്ളതിലല്ല, അത്ര ആൾക്കാരുടെ മുന്നില് നന്ദിനിയെ തോൽപ്പിക്കാൻ സാധിച്ചല്ലോ എന്നുള്ള വസ്തുത അല്ലേ? പത്മേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സത്യത്തിൽ നീ ജയിച്ചോ? നന്ദിനി പ്രായം കൊണ്ട് നിന്നേക്കാൾ എത്രയോ താഴെയാ. പക്ഷേ നിന്റെ കുടുംബത്തിന്റെ കാര്യത്തില് അവള് കാണിക്കുന്ന പക്വത എന്താ നീ കാണാതെ പോകുന്നത്?
അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? മനുഷ്യർക്കൊരു കുഴപ്പമുണ്ട്.